ലേറ്റസ്റ്റ് ആയിട്ട് ആമസോൺ പ്രൈം വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു പിണ്ടം എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ ശ്രീറാം, അതുപോലെ കുഷി രവി, ഈശ്വരി റാവു ഒക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് എന്നുള്ളത് ആൻ്റണി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. പിന്നീട് അവിടെ താമസിക്കാൻ വേണ്ടി തൻ്റെ സമ്പാദ്യമൊക്കെ കൂട്ടി ചേർത്ത് ഒരു വീടും മേടിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നതും അതിനുശേഷം ആ ഒരു ഉള്ളിൽ വെച്ച് ഇവർക്ക് നേരിടേണ്ടി വരുന്ന ചില സംഭവ വികാസങ്ങളും അല്ലെങ്കിൽ കുറച്ച് പ്രേതബാധയൊക്കെയുള്ള വീടെന്നൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും അത് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പൂക്കി ടൈപ്പ് ഹൊറർ ത്രില്ലർ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു സിനിമ ഒരു നൈറ്റൊക്കെ ഇരുന്ന് കാണാൻ സാധിക്കുകയാണെങ്കിൽ, ഒരു ഹെഡ്സെറ്റൊക്കെ പ്ലഗ് ചെയ്തിട്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഒരു അന്യായ എക്സ്ട്രീം പേടി തരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങൾ കുറച്ചിടങ്ങളിൽ കുറച്ച് ഞെട്ടിക്കുകയൊക്കെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ കഥയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സാധാ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരുപാട് കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു പ്രമേയം എന്നൊക്കെ തന്നെ പറയാൻ സാധിക്കും. അതായത് ഒരു വീട്ടിലോട്ട് പുതുതായിട്ട് താമസത്തിലെത്തുന്ന കുറച്ച് ആളുകൾ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ ആ ഒരു ഹൗസിൻ്റെ പിന്നിലായിട്ട്, അല്ലെങ്കിൽ പിന്നിൽ എന്ന് പറഞ്ഞാൽ വീടിന് പുറകിൽ നിന്നല്ല, അതിനൊരു ഫ്ലാഷ് ബാക്ക് കാണും. എന്തെങ്കിലും ഒരു ഹൊറർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് തന്നെ അവരും അതിനൊരു ഭാഗമാകും. അത്തരത്തിലുള്ള സ്റ്റോറികൾ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ടൈപ്പ് കഥയാണെങ്കിലും ഞാനീ പറഞ്ഞ പോലെ തന്നെ ഈ സ്കെയറി എലമെൻറ്റ്സ്, ജെം സ്കെയർസ് ഒക്കെ തന്നെ ആ എഴുത്തിൽ പലയിടങ്ങളിലും നല്ല രീതിയിൽ കൊണ്ടുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ഒരു കേട്ടു പഴകിയ സ്റ്റോറി ആണല്ലോ എന്നുള്ള ഒരു തോന്നലൊന്നും പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിലേക്ക് എത്തില്ല. നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കണ്ട് പോകുമെന്നുള്ളത് തന്നെയാണ് വസ്തുത. കൂടാതെ ചിത്രത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ടീം, അവരുടെ ഒരു ഹാർഡ് വർക്കിനെ പറ്റിയൊക്കെ പറയണം. സിനിമയ്ക്കുള്ളിലെ BGMs ആകട്ടെ, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ആ ഒരു ആർട്ട് വർക്കൊക്കെ ആകട്ടെ, സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ, ഒരുപാട് ഇടങ്ങളിൽ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെ. അങ്ങനെ ഓവറോൾ ഒരു ക്വാളിറ്റിയും സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ആകെ കൂടി കല്ലുകടിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ VFX കാഴ്ചകളിലായിരുന്നു. അത് പലയിടങ്ങളിലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒരു VFX വർക്കാണ്, ഒരു തട്ടിക്കൂട്ട് വർക്കായി പോയല്ലോ എന്നൊക്കെ ചിലയിടങ്ങളിൽ അങ്ങനെയും തോന്നി. ചിലയിടങ്ങളിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു തോന്നലും തോന്നി. ആ ഒരു കാര്യം ഒഴിച്ചാൽ അത്യാവശ്യം ബാക്കിയുള്ള ടെക്നിക്കൽ മേഖലയൊക്കെ തന്നെ അത്യാവശ്യം ഒരു ഡീസൻ്റായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നതെന്നും പറയാൻ സാധിക്കും. പിന്നെ ഓവറോൾ വന്നിരിക്കുന്ന അഭിനേതാക്കളൊക്കെ തന്നെ അന്യായ പീക്ക് ലെവൽ പെർഫോമൻസ് ഒന്നും പറയാൻ സാധിക്കില്ല. ബട്ട് അത്യാവശ്യം ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പം ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വലിയ ബോറടിയൊന്നും ഇല്ല എങ്കിലും ചിത്രത്തിൻ്റെ തിരക്കഥ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും ബെറ്റർ ആക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് എന്നുള്ളത്, ഈ ഒരു വീടിനെ ചുറ്റിപ്പറ്റി ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഇമോഷൻസ് ഒക്കെ കൊണ്ടുവെക്കുമ്പോൾ അതൊന്നും അത്രയും വലിയ ഒരു ഡെപ്തിലുള്ള ഇമോഷൻസ് പ്രേക്ഷകർക്ക് തരുന്നുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അത് എഴുത്തിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് വരുത്തേണ്ട കാര്യം തന്നെയായിരുന്നു. കൂടാതെ ഇപ്പം ഇതിൻ്റെ എക്സോസിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേക്കും വരുന്നത്. അത് നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാകും. കാരണം അത്തരത്തിലുള്ള ഒരു ലേഡിയിൽ നിന്നുമാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സംഭവം കൊണ്ടുവെക്കുമ്പോൾ അത് ആ ടൈമിൽ ക്ലൈമാക്സ് ഒക്കെ തന്നെ അന്യായ ഒരു പീക്ക് ലെവലിൽ എത്തിക്കണം. ആ ഒരു ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ തന്നെ, അല്ലെങ്കിൽ ആ എക്സോസിസം ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ അതൊന്നും അത്രയും വലിയ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സിമ്പിളായിട്ട് നറേറ്റ് ചെയ്യുന്ന പോലെയാണ് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. തിരക്കഥ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കൺവേ ചെയ്യുകയായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ആസ്വാദകരമായേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും സിനിമയ്ക്കുള്ളിൽ ചെറിയ ട്വിസ്റ്റൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്വിസ്റ്റ് തന്നെയാണ്. പക്ഷേ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ക്ലൈമാക്സിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് പറയുക, അത് അൺഎക്സ്പെക്റ്റഡ് ആണെന്നും പറയാൻ സാധിക്കില്ല. എന്നാൽ പൂർണ്ണമായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ട്വിസ്റ്റൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ സിനിമയുടെ ലെങ്ത് എന്നുള്ളത് ഒരു 2 മണിക്കൂർ 20 മിനിറ്റാണ്. കുറച്ചുകൂടി ക്രിസ്പായിട്ട് കട്ട് ചെയ്തൊക്കെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിനിമ ആസ്വാദകരമായതിനെ. സിനിമ ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിനിമ തീരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇത് കഥ പറഞ്ഞ് ഒന്നും ആകുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഏകദേശമൊക്കെ കഥാപരിസരം മനസ്സിലായി, എന്നിട്ടും സംഭവങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പോലെ ഒരു ഫീലും ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഹൊറർ ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ കുട്ടികളൊക്കെ ഇരുത്തി കാണിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന സിനിമയാണ്. കൂടാതെ വയലൻസ് കാഴ്ചകൾ, കൊടൂരമായിട്ടുള്ള കാഴ്ചകൾ കുറച്ചൊക്കെ സിനിമയ്ക്കുള്ളിലുണ്ട്. സോ അതുമാത്രമേ ഉള്ളൂ, വേറെ 80+ കണ്ടന്റ് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 out of 10 ആണ് നൽകുന്നത്. 10-6.5. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. മറ്റൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ റിവ്യൂ ആയിട്ട് കാണാം. ബൈ.